അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതൽ 26-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. സൂത ഉവാച കസന്ദേഹം ഭിനത്യേനം ത്രൈലോക്യേ സചരാചരേ മുഹ്യന്തി മുനയ കാമം ബ്രഹ്മപുത്രാ സനാതനാ നാരദ കപിലശ്ചൈവ പ്രശ്നേസ്മിൻ മുനിസത്തമാ കിം ബ്രവീമി മഹാഭാഗ ദുർഘടേസ്മിൻ വിമർശനേ ദേവേഷു വിഷ്ണു കഥിത സർവഗ സർവപാലക യതോ വിരാഡിതം സർവമുൽപ്പന്നം സചരാചരം തേ സർവേ സമുപാസന്തെ നത്വാ ദേവം പരാത്പരം നാരായണം ഹൃഷീകേശം വാസുദേവം ജനാർദ്ദനം തഥാ കേചിന്മഹാദേവം ശങ്കരം ശശിശേഖരം ത്രിനേത്രം പഞ്ചവക്ത്രം ച ശൂലപാണിം വൃഷധ്വജം തഥാ വേദേഷു സർവേഷു ഗീതം നാമ്നാ ത്രയംബകം കപർദിനം പഞ്ചവക്ത്രം ഗൗരീദേഹാർദ്ധധാരിണം കൈലാസവാസനിരതം സർവശക്തിസമന്വിതം ഭൂതവൃന്ദസ്യുതം ദേവം ദക്ഷയജ്ഞവിഘാതകം തഥാ സൂര്യം വേദവിദ സായം പ്രാതർദിനേ ദിനേ മധ്യാഹ്നേ തു മഹാഭാഗാ സ്തുവന്തി വിവിധൈസ്തവൈ യഥാ വേദേഷു സർവേഷു സൂര്യോപാസനമുത്തമം പരമാത്മേതി വിഖ്യാതം നാമ തസ്യ മഹാത്മന
അഗ്നി സർവത്ര വേദേഷു സംസ്തുതോ വേദവിത്തമൈ ഇന്ദ്രശ്ചാപി ത്രിലോകേശോ വരുണശ്ച തഥാ പരാ യഥാ ഗംഗാപ്രവാഹൈശ്ച ബഹുഭിഃ പരിവർത്തത്തെ തഥൈവ സർവദേവേഷു വിഷ്ണു പ്രോക്തോ മഹർഷിഭിः ത്രീണ്യേവ പ്രമാണാനി പഠിതാനി സുപണ്ഡിതൈः പ്രത്യക്ഷം ചാനുമാനം ച ശാബ്ദം ചൈവ തൃതീയകം ചത്വാര്യേവേതരേ പ്രാഹുരുപമാനയുതാനി ച അർദ്ധാപത്യുതാന്യന്യേ പഞ്ചപ്രാഹുർമഹാധിയാ സപ്തപൗരാണികാശ്ചൈവ പ്രവദന്തി മനീഷിണാ ഏതൈ പ്രമാണൈ ദുർജ്ഞേയം യത് ബ്രഹ്മ പരമം ച തൽ വിതർക്കശ്ചാത്ര കർത്തവ്യോ ബുദ്ധ്യാ ചൈവാഗമേന ച നിശ്ചയാത്മികയാ യുക്ത്യാ വിചാര്യ ച പുനഃ പുനഃ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമയാണ് നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഭാഷാഗാനമായി ഇവിടെ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ചരാചരാത്മകമാകും ഈ ത്രൈലോക്യം തന്നിൽ ആരു ചിത്രമാകും ഈ സന്ദേഹം ഇല്ലാതാക്കിയിടും. ബ്രഹ്മചരും നിത്യന്മാരുമായിട്ടുള്ള സനകാദി ബ്രഹ്മർഷിമാർ പോലുമിതിൽ അജ്ഞരാണല്ലോ. ദേവർഷിയും കപിലനും ഇക്കാര്യത്തിലജ്ഞരത്രേ. ദുർഘടമാമീ പ്രശ്നത്തിൽ ഞാൻ എന്തു ചൊല്ലും? സർവവ്യാപി വിഷ്ണു സർവരക്ഷചരാചരാത്മക വിരാട് സൃഷ്ടമായി വിഷ്ണുവിങ്കൽ നിന്നായി. നാരായണനായ സാക്ഷാൽ ഋഷികേശൻ വാസുദേവൻ ജനാർദ്ദനൻ പരാത്പരൻ മംഗളമൂർത്തി. ആ ദേവനെ ലോകത്തുള്ള സൂര്യന്മാരും നരന്മാരും ആശ്രയിച്ചു നമിക്കുന്നു, ഉപാസിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുപോലെ മറ്റു ചിലർ ചന്ദ്രകലാധരനായ അദ്രിപതിയായ 3 കണ്ണുള്ളവനാം 5 മുഖൻ ശൂലപാണി വൃഷധ്വജൻ മഹാദേവൻ ശങ്കരനെ നമിക്കുന്നു, ഉപാസിക്കുന്നു. അതുപോലെ
വേദങ്ങളിൽ ശങ്കരമൂർത്തിയെ സദാ ത്രയംബകനായും പിന്നെ കപർദിയായും പഞ്ചമുഖനായി ഗൗരിക്കും ദേഹാർത്ഥം നൽകിയവനായി സ്തുതിക്കുന്നു, വേണ്ട പോലെ ഉപാസിക്കുന്നു. സദാ കൈലാസ ശിഖരേ വസിക്കുന്നവനാം ദേവൻ സർവശക്തനതുപോലെ ഭൂതസേവ്യനും സ്വാർത്ഥനായ ദക്ഷൻ തൻ്റെ യജ്ഞത്തെ ധ്വംസിച്ചവനും സർവഭക്തരക്ഷകനുമാണ് ശങ്കരൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുപോലെ വേദജ്ഞരോ ത്രികാലത്തിൽ സ്തുതികളാൽ അർക്കനായി ഭഗവാനെ ഉപാസിക്കുന്നു. സൂര്യോപാസനയോ ഏറെ ശ്രേഷ്ഠമെന്നു ത്രിലോകത്തിൻ നാഥനായ ഇന്ദ്രനെയും വരുണനെയും സൂര്യോപാസനയോ ഏറെ ശ്രേഷ്ഠമെന്നു വേദവാണി പരമാത്മനാമത്താലേ പ്രസിദ്ധൻ സൂര്യൻ. വേദജ്ഞരോ അഗ്നിയെ സ്തുതിച്ചിടുന്നു ത്രിലോകത്തിൻ നാഥനായ ഇന്ദ്രനെയും വരുണനെയും. എങ്ങിനെ സാക്ഷാൽ ഗംഗയും പലവിധ പ്രവാഹത്താൽ എത്രയേറെ രൂപങ്ങളായി മാറിയിടുന്നല്ലോ. ഏകനായ വിഷ്ണു തന്നെ പലവിധ ദേവന്മാരായി എത്രയും പ്രകാശിക്കുന്നു മുനിവാണികൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രമാണങ്ങൾ മൂന്നെണ്ണമാണെന്നു പണ്ഡിതർ ചൊല്ലുന്നു. പ്രത്യക്ഷവും അനുമാനം പിന്നെ ശാബ്ദവും. ഉപമാനം നാലാമതായി ഉണ്ടെന്നല്ലോ മറ്റു ചിലർ. അർത്ഥാപത്തി അഞ്ചാമതായി ഉണ്ടെന്നും ബുധ. പുരാണജ്ഞർ പ്രമാണങ്ങൾ ഏഴുണ്ടെന്നു പറഞ്ഞാലും പരമമാം ബ്രഹ്മജ്ഞാനം പ്രയാസം തന്നെ. ബുദ്ധിയാഗമം നിശ്ചയാത്മകമ യുദ്ധി ഹരേ. ബുദ്ധിയാഗമം നിശ്ചയാത്മകമ യുക്തി ഇവയാൽ വീണ്ടും വീണ്ടും ആലോചിച്ചു തർക്കിച്ചിടേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ.
ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 53-ാമത്തെ ദിവസം. ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. അതിനു മുമ്പുള്ള 11 ശ്ലോകങ്ങളും ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യമായിട്ടാണ് നമ്മൾ കേട്ടത്. ഇപ്പം അതിന് മറുപടി പറയാണ് സൂതൻ. 12-ാമത്തെ ശ്ലോകം മുതൽ 26-ാമത്തെ ശ്ലോകം വരെ തുടർന്നും ആ മറുപടി നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇന്ന് 12 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളെ അനുസ്മരിക്കുന്നു. സൂതൻ പറയണു, കസന്ദേഹം ഭിനത്യേനം ത്രൈലോക്യേ സചരാചരേ മുഹ്യന്തി മുനയക്കാമം ബ്രഹ്മപുത്ര സനാതന. ചരാചരാത്മകമായിരിക്കുന്ന ഈ ത്രൈലോക്യത്തിൽ ആർ ഈ സന്ദേഹത്തെ, ഈ സംശയത്തെ ഇല്ലാതെയാക്കും? നിങ്ങൾക്ക് സംശയമുണ്ടെന്നും അതേപോലെ തന്നെ വിസ്മയമുണ്ടെന്നും നിങ്ങൾ പറയുകയുണ്ടായി. നോക്കൂ, ബ്രഹ്മപുത്രന്മാരായ നിത്യന്മാരായ ആ സനകാദി യോഗീശ്വരന്മാര് അവർ പോലും ഇക്കാര്യത്തിൽ അജ്ഞരാണ് എന്നുള്ളതാണ് സത്യം. അവർ പോലും മോഹിതരായിട്ട് തീരുന്നു. നാരദ കപിലശ്ചൈവ പ്രശ്നേസ്മിൻ മുനിസത്തമ കിം ബ്രവീമി മഹാഭാഗ ദുർഘടേസ്മിൻ വിമർശനെ. അപ്പോ ഹേ മുനിശ്രേഷ്ഠന്മാരെ, മുനിസത്തമ, നാരദനും കപിലനും പോലും ഈ പ്രശ്നത്തിൽ, ഈ കാര്യത്തിൽ അജ്ഞരാണ്. അങ്ങനെ ഇരിക്കെ ദുർഘടമായ ഈ ചോദ്യത്തിൽ ഞാൻ എന്താണ് പറയുക? കിം ബ്രവീമി, ഞാൻ എന്താണ് പറയുക? ദേവേഷു വിഷ്ണു കഥിത സർവഗ സർവപാലക യതോ വിരാടിതം സർവമുൽപ്പന്നം സചരാചരം. സർവവ്യാപിയായ, സർവരക്ഷകനായ, സർവപാലകനായിരിക്കുന്ന ദേവശ്രേഷ്ഠനായ വിഷ്ണു, ആ വിഷ്ണുവാണ് എന്ന് പറയപ്പെടുന്നു. യതോ വിരാടിതം സർവമുൽപ്പന്നം സചരാചരം. ചരാചരാത്മകമായ ഈ വിരാട്ട് ഉണ്ടായത് തന്നെ ആ വിഷ്ണുവിൽ നിന്നാണ്, അദ്ദേഹത്തിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. തേ സർവേ സമുപാസന്തേ നത്വാദേവം പരാത്പരം നാരായണം ഹൃഷീകേശം വാസുദേവം ജനാർദ്ദനം. നാരായണനായ, ഹൃഷീകേശനായ, വാസുദേവനായ, ജനാർദ്ദനായ, പരാത്പരനായ ആ ദേവനെ നത്വ. ആരൊക്കെ? സകല ദേവന്മാരും. തേ സർവേ സമുപാസന്തേ, എല്ലാവരും നമസ്കരിച്ച്, നത്വ സമുപാസന്തേ, നമസ്കരിച്ച് ഉപാസിക്കുന്നു. അഥ കേചിൽ മഹാദേവം, എന്ന മറ്റു ചിലരോ മഹാദേവനെ ശങ്കരം ശശിശേഖരം ത്രിനേത്രം പഞ്ചവക്ത്രം ച ശൂലപാണിം വൃഷധ്വജം. ത്രിനേത്രനായി 5 മുഖങ്ങളോടുകൂടി ശൂലം ധരിച്ച് കാളപ്പുറത്ത് കയറി വൃഷധ്വജനായി മഹാദേവനായിരിക്കുന്ന ശങ്കരനെ ചിലർ ഉപാസിക്കുന്നു, മറ്റു ചിലർ. അതേപോലെ തഥാ വേദേഷു സർവേഷു ഗീതം നാംനാ ത്രയംബകം. വേദങ്ങളിലൊക്കെ ശങ്കരനെ ത്രയംബകനായും കപർദിയായും പഞ്ചവക്ത്രൻ 5 മുഖമുള്ളവനായും ഗൗരീദേഹാർത്ഥധാരിണം, ദേഹാർത്ഥം, ദേഹത്തിൻ്റെ പകുതി തൻ്റെ പത്നിയായ ഗൗരിക്ക് നൽകിയവനുമായി വേദങ്ങളിൽ ഒക്കെ ഈ ശങ്കരനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. കൈലാസവാസനിരതം സർവശക്തി സമന്വിതം ഭൂതവൃന്ദയുതം ദേവം ദക്ഷയജ്ഞവിഘാതകം.
സദാ കൈലാസത്തിൽ വസിക്കുന്ന സർവശക്തനായ ഭൂതഗണങ്ങളോട് കൂടിയ ആ മഹാദേവൻ ദക്ഷന്റെ യജ്ഞത്തെ ധ്വംസിച്ചവനാണ്, ദക്ഷയജ്ഞ വിഘാതകം ആണ് എന്നും പറഞ്ഞു. പിന്നെ അതേപോലെ തഥാ സൂര്യം വേദവിദഃ സായം പ്രാതർ ദിനേ ദിനേ മധ്യാഹ്നേതു മഹാഭാഗ സ്തുവന്തി വിവിധൈ സ്തവൈ. ഇതേപോലെ സൂര്യനെയും സ്തുതിക്കുന്നുണ്ട് വേദവിത്തുക്കൾ. എപ്പോഴൊക്കെ? കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട്. സായം പ്രാതർ ദിനേ മധ്യാഹ്നേതു. ഈ സമയത്തൊക്കെ പലതരത്തിലുള്ള സ്തുതികൾ കൊണ്ട് അല്ലയോ മഹാഭാഗ്യവാന്മാരെ സൂര്യനെ ചിലർ ഉപാസിക്കുന്നു. യഥാ വേദേഷു സർവേഷു സൂര്യോപാസനമുത്തമം. സൂര്യോപാസനം, സൂര്യനെ സ്തുതിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് വേദങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നു. പരമാത്മേതി വിഖ്യാതം നാമ തസ്യ മഹാത്മന. പരമാത്മാവ് എന്ന നാമം കൊണ്ട് പ്രസിദ്ധമാണ് മഹാത്മാവായിരിക്കുന്ന അദ്ദേഹം, അല്ലെങ്കിൽ ആ സൂര്യൻ. അഗ്നി സർവത്ര വേദേഷു സംസ്തുതോ വേദവിത്തമൈ ഇന്ദ്രശ്ചാപി ത്രിലോകേശോ വരുണശ്ച തഥാപരേ തഥാപര. പിന്നെ ആരൊക്കെ? വേദങ്ങളിലൊക്കെ വേദപണ്ഡിതന്മാര് അഗ്നിയെ സ്തുതിക്കുന്നു. ഇന്ദ്രൻ, ആ ഇന്ദ്രനെ ത്രിലോകനാഥനായിട്ട് സങ്കല്പിച്ചും കൊണ്ട് സ്തുതിക്കുന്നു. അതേപോലെ ദേവശ്രേഷ്ഠനായിരിക്കുന്ന വരുണനെയും ആളുകൾ സ്തുതിക്കുന്നുണ്ട്. യഥാ ഗംഗാപ്രവാഹൈശ്ച ബഹുഭി പരിവർത്തത്തെ തഥൈവ സർവദേവേഷു വിഷ്ണു പ്രോക്തോ മഹർഷിഭി. എങ്ങനെയാണോ ഗംഗ പല പ്രവാഹങ്ങളിലൂടെ കടന്ന് പല രൂപങ്ങളിൽ അറിയപ്പെടുന്നത്, അതേപോലെ വിഷ്ണു തന്നെയാണ് സർവദേവേഷു എല്ലാ ദേവന്മാരിലും പ്രകാശിക്കുന്നത് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? മഹർഷിമാര് പറഞ്ഞിരിക്കുന്നു. തഥൈവ സർവദേവേഷു വിഷ്ണു പ്രോക്തോ മഹർഷിഭി. പിന്നെയോ, പിന്നെ പറയുകയാണ് ത്രീണ്യേവ പ്രമാണാനി പഠിതാനി സുപണ്ഡിതൈ. പ്രമാണങ്ങൾ 3 എന്ന് പ്രസിദ്ധരായിട്ടുള്ള പണ്ഡിതന്മാര് പറയുന്നു. ഏതൊക്കെയാണ് 3 പ്രമാണങ്ങൾ? പ്രത്യക്ഷം ച അനുമാനം ച ശബ്ദം ചൈവ തൃതീയകം. പ്രത്യക്ഷം, അനുമാനം, മൂന്നാമത്തത് ശബ്ദം. ഇതാണ് 3 പ്രമാണങ്ങൾ. പിന്നെ ചത്വാര്യേവേതരേ പ്രാഹുരുപമാനയുതാനി ച. ഉപമാനം എന്ന പേരിൽ മറ്റൊന്നുകൂടി ചേർത്ത് പ്രമാണങ്ങൾ 4 എന്ന് പറയുന്നു. അർത്ഥാപത്യുതാന്യന്യേ പഞ്ചപ്രാഹുർ മഹാധിയ. അർത്ഥാപത്യുതാന്യന്യേ 5ാമതായിട്ട് ഒന്നുകൂടി ചേർത്ത് അർത്ഥോപത്തി എന്നുള്ളത് ചേർത്ത് പ്രമാണങ്ങൾ 5 എന്ന് മറ്റു ചിലരും മഹാബുദ്ധിമാന്മാരായ ചിലരും പറയുന്നു. സപ്ത പൗരാണികാശ്ചൈവ പ്രവദന്തി മനീഷിണ ഏതൈ പ്രമാണൈ ദുർജ്ഞേയം യദ്ബ്രഹ്മ പരമം ച തൽ. പുരാണജ്ഞന്മാരായിരിക്കുന്ന ചില വിദ്വാൻമാര് പ്രമാണങ്ങൾ 7 എന്ന് പറയുന്നു. 5 എന്ന് പറഞ്ഞു, ഇപ്പൊ 7 എന്ന് പറയുന്നു. ഈ പ്രമാണങ്ങൾ കൊണ്ട് പരമമായ ആ ബ്രഹ്മത്തെ അറിയാൻ പ്രയാസമാണ് താനും. വിതർക്കശ്ചാത്ര കർത്തവ്യോ ബുദ്ധ്യാ ചൈവാഗമേന ച നിശ്ചയാത്മികയാ യുക്തിയാ വിചാര്യ ച പുനഃ പുനഃ. ബുദ്ധി, അതേപോലെ ആഗമം, നിശ്ചയാത്മികമായിട്ടുള്ള യുക്തി, ഇതുകൊണ്ടൊക്കെ വീണ്ടും വീണ്ടും വിചാരിച്ച് വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഇതിൽ തർക്കിക്കേണ്ടതായി വരും എന്നും പറയുന്നിടത്താണ് ആ 26ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. 27ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി
നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.